ഈ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഈ ഏറ്റവും മനോഹരമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രിയ സഹോദരൻ MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് CK നജാഫ്, വേദിയിലും സദസ്സിലുമുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെയും MSFന്റെയും അതിൻ്റെ വിവിധ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ, പ്രവർത്തകരെ, ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനം ഒരു ചരിത്ര സമ്മേളനമായിട്ടാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികൾ ലോകമെമ്പാടുമുള്ള അവരുടെ കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുവാനുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ആ കാലഘട്ടത്തിലെ വെല്ലുവിളികളോട് ഏറ്റവും സർഗാത്മകമായി ഇടപെടുകയും ചെയ്ത കൂട്ടമാണ് വിദ്യാർത്ഥികൾ. ലോകത്തെവിടെയൊക്കെയാണോ മാറ്റത്തിൻ്റെ പാതകൾ ഉയർന്നു വന്നത്, ലോകത്തെവിടെയൊക്കെയാണ് ചോദ്യങ്ങൾ ഉയർന്നു വന്നത്, ലോകത്ത് എവിടെയൊക്കെയാണ് തെറ്റിനെതിരെ ഏത് മഹാശക്തിക്ക് നേരെ ഉയർന്നു നിന്നുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞത്, അവരെല്ലാം വിദ്യാർത്ഥികളായിരുന്നു. യൂറോപ്യൻ നവോത്ഥാനം മുതൽ സോവിയറ്റ് യൂണിയൻ അടക്കം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിലവിലെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ നടക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾക്കടക്കം നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം കൂടിയാണ് വിദ്യാർത്ഥി കാലഘട്ടം. ചൊക്കളി പോലെയൊരു പ്രദേശത്ത് ഇവിടുത്തെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നാളിതുവരെയുള്ള എല്ലാ നിരാശയും മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. സംഘടനാപരമായ ദൗർബല്യങ്ങൾ അതിനെ പരിഹരിക്കുവാൻ ഇച്ഛാശക്തിയോടുകൂടി ഇവിടുത്തെ നേതാക്കന്മാർ, MSFന്റെ പ്രവർത്തകർ, പാർട്ടിയുടെ വിവിധ നേതാക്കന്മാരുടെയും KMCC അടക്കമുള്ള പോഷക ഘടകങ്ങളുടെയും സഹായത്തോടെയും സഹകരണത്തോടുകൂടിയും കുറേ ദിവസങ്ങളായി നിങ്ങൾ നടത്തിയ പ്രയത്നത്തിന് ഇന്നിവിടെ മനോഹരമായ ഒരു ചിത്രമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നതിനപ്പുറം വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ കൂടി ഞാൻ വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ എല്ലാ കാലത്തുമുള്ള നെറുകേടുകൾക്ക് നേരെ ഉയർന്നു വരേണ്ട ശബ്ദങ്ങൾ വിദ്യാർത്ഥികളുടേതാണ്. ആ വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നിട്ടുള്ള കാലഘട്ടത്താണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയ മനുഷ്യൻ എന്ന രീതിയിൽ നോക്കിക്കാണുന്നത്. പ്രിയമുള്ളവരെ, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ മറ്റാരേക്കാളും നമ്മുടെ സമകാലീനമായ രാഷ്ട്രീയ പ്രശ്നങ്ങളോടും നമ്മൾ നേരിടുന്ന സ്വത്വപരമായ പ്രശ്നങ്ങളോടും അതീവ ജാഗ്രതയുള്ള ചെറുപ്പക്കാരാണ് നിങ്ങൾ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്ക് മുമ്പേ ചിന്തിക്കുകയും അതിനെ വിലയിരുത്തുകയും മാനസികമായി അത്തരം പ്രശ്നങ്ങളെ നേരിടുവാൻ തയ്യാറെടുക്കുകയും ചെയ്ത ഒരു പ്രത്യേകമായ സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാം വിരുദ്ധത, ഇസ്ലാമിനോടുള്ള വെറുപ്പ്, ഇസ്ലാമിനെ അപരവൽക്കരിക്കുക എന്നുള്ളത് ഒരു ഭരണകൂട തന്ത്രമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥ മാത്രമല്ല, അത് ലോകത്താകമാനമുള്ള ഭരണകൂടത്തിന്റെ ഭരണകൂട തന്ത്രമാണ്. അത് ലോകത്താകമാനമുള്ള കോർപ്പറേറ്റുകളുടെ മൂലധന താല്പര്യം കൂടിയാണ്. ഏത് കമ്പനികളാണോ ഇസ്ലാമോഫോബിക്കായിരിക്കുന്നത് അവർ കൂടുതൽ ലാഭങ്ങൾ നേടുന്നു. ഏത് ഭരണകർത്താവാണോ ഇസ്ലാമോഫോബിക്കായിരിക്കുന്നത് അയാൾ വീണ്ടും വീണ്ടും വിജയിച്ചു വരുന്നു. അത്തരം സവിശേഷമായ ഒരു സാമൂഹിക സാഹചര്യമാണ് ലോകത്താകമാനമുള്ളത്. അത് വികസിത രാജ്യങ്ങളായിക്കോട്ടെ, ദരിദ്ര രാജ്യങ്ങളായിക്കോട്ടെ, നമ്മൾ ഈ പറഞ്ഞു വന്ന് സാക്ഷരതയിലും വളരെ പുരോഗമനമെന്ന് നടിക്കുന്ന നമ്മുടെ ഈ നാട്ടിലടക്കം, കേരളത്തിലടക്കം
വളരെ വ്യാപകമായി ഇസ്ലാമോഫോബിയ പരന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ കുട്ടികൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിപരമായി നേട്ടങ്ങൾ നേടുകയും അതോടൊപ്പം തന്നെ ഇത്തരം സാമൂഹിക വിപത്തുകളെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വിദ്യാർത്ഥി റാലിക്കും സമ്മേളനത്തിനും ചരിത്രപരമായ തന്നെ ചില പ്രാധാന്യങ്ങളുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവണം, സംഘടനാപരമായ സ്വാതന്ത്ര്യമില്ലായ്മയെ പറ്റി ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച സഹോദരൻ സൂചിപ്പിച്ചു. മനുഷ്യൻ സ്വയം വികാസം പ്രാപിക്കാത്ത ചില ഘട്ടങ്ങളാണ് അവരനെ ഉൾക്കൊള്ളാതിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വിഷമം പിടിച്ച ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് ക്യാമ്പസിലെ MSF പ്രവർത്തകരും ഇത്തരം പ്രദേശങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷ പാർട്ടി പ്രവർത്തകരുമെല്ലാം. നമുക്കറിയാം, രാജ്യത്ത് എങ്ങനെയാണോ ഒരു ഭരണകൂടം ഒരു വിഭാഗത്തെ, ഒരു ന്യൂനപക്ഷത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് നേരിടുന്നത്, അതിൻ്റെ പുരോഗമനവാദപരമായ ഒരു വേർഷനാണ് കേരളത്തിൽ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് പരസ്യമായി മുസ്ലിങ്ങൾ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചു തന്നെ നേരിടുമ്പോൾ കേരളത്തിലെ സ്ഥിതി മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതിയാണ് ഈ സംസ്ഥാന ഗവൺമെന്റും CPM സ്വീകരിച്ചു വന്നിരിക്കുന്ന നയപരിപാടികൾ. നമുക്ക് മുന്നിൽ നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. ഏതൊരു സാമുദായിക സംഘടനയാണോ, ഏതൊരു സാമൂഹിക വിഷജീവിയാണോ ഈ നാട്ടിലുള്ള ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിക്കുന്നത്, അവർക്ക് മേൽ നട്ടാൽ കിളിക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നത്, അവരെ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നത്, അവരെ അപരന്മാരായി സൃഷ്ടിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്, അവരെയെല്ലാം സംരക്ഷിച്ച് ചേർത്ത് നിൽക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒരർത്ഥത്തിൽ അവരുന്നയിച്ചിരിക്കുന്ന വ്യാജ ആരോപണങ്ങൾ ശരിയാണെന്ന് വെക്കുകയും ചെയ്യുന്ന തരത്തിലാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ സംഘവും ഇവിടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉടലെടുത്തിട്ടുള്ള സാമൂഹികപരമായ വിദ്വേഷങ്ങൾ, സാഹോദര്യത്തെ തകർക്കുന്ന തരത്തിലുള്ള വെറുപ്പുകൾ, അകൽച്ചകൾ ഒരു തലത്തിൽ ഈ ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുകയാണ് കേവലമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. കേരളത്തിന്റെ ചരിത്രമെടുത്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ നാട് മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു സാഹോദര്യമുണ്ടായിരുന്നു. പ്രധാനമായും UDFന്റെ വിവിധ ഗവൺമെന്റുകൾ ഭരിക്കുന്ന സമയത്ത് നമുക്കറിയാം, തിരുവിതാംകൂറിലെയും തെക്കൻ ജില്ലകളിലുമുള്ള ക്രിസ്ത്യൻ സഭകളും മലബാറിലെ മുസ്ലിം സമുദായവും സാഹോദര്യ തുല്യരായി ഈ നാട്ടിൽ ജീവിച്ചു വന്നിരുന്നൊരു കാലഘട്ടം. അവർക്കിടയിൽ അധികാര തർക്കങ്ങളില്ലായിരുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾ തുല്യമായി വീതിക്കപ്പെടുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ആ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണോ ആവശ്യമുള്ളത് അത് നടത്തിക്കൊടുക്കുകയും ചെയ്തിരുന്ന ഗവൺമെന്റുകളായിരുന്നു UDF നയിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം പ്രത്യേകമായ ഈ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അകൽച്ചയെ മുതലെടുക്കുകയും ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളെ ഈ മുസ്ലിം ലീഗിന്റെ UDFന്റെയും ശത്രുക്കളാക്കി മാറ്റിയാൽ താൽക്കാലികമായ ചില പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് ലാഭമുണ്ടാകും എന്നുള്ള ധാരണയാണ് CPMനുള്ളത്. മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന UDFനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF മുസ്ലിം സംഘടനകളെ, മുസ്ലിം ലീഗിനെ മാത്രമാണ് പരിഗണിക്കുന്നതെന്ന് നിരന്തരം ആവർത്തിച്ച് പറയുന്നതോടുകൂടി ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ UDFനോട് അകൽച്ചയുണ്ടാവുകയും തീർച്ചയായും അവർ CPMനും LDFനും വോട്ട് ചെയ്യുകയും എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കരുതിയിരിക്കുന്നത്. താൽക്കാലിക ലാഭത്തിനായി നിങ്ങൾ വിധിച്ചിരിക്കുന്ന ഈ വിഷബോംബ് 1000 കൊല്ലം കഴിഞ്ഞാലും നിർജീവമാകാത്ത ഈ മൈനുകൾ പൊട്ടിത്തെറിച്ച് ഈ നാടിന്റെ മതേതര പൊതു സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യും എന്ന വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇടതുപക്ഷം നാട്ടിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ മലബാറിൽ ജീവിക്കുന്നതുകൊണ്ട് വളരെ വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. മലബാറിന് പുറത്തുള്ള മേഖലകളിൽ CPM നേതൃത്വം കൊടുക്കുന്ന കാസയടക്കമുള്ള സംഘപരിവാര അനുകാരികളെ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന ഇത്തരം പ്രചരണങ്ങൾ സാമുദായിക അന്തരീക്ഷത്തെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ പാർട്ടി, നമ്മുടെ നേതാക്കന്മാർ മുനമ്പത്തടക്കം ഇടപെട്ടുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്.
തീർച്ചയായും കേരളത്തിലെ ജനതകൾക്ക് ജനാധിപത്യപരമായി മതേതരപരമായി ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രതയിലാണ് ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അതിന്റെ പ്രതിഫലം തീർച്ചയായും വരുന്ന നാളുകളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ജനതയെ എല്ലാ കാലത്തും തെറ്റിദ്ധരിപ്പിക്കാൻ പിണറായി വിജയനല്ല നരേന്ദ്രമോദിക്ക് സാധിക്കുകയില്ല. കേവലമായ രാഷ്ട്രീയ വിജയങ്ങൾ കൈവരിക്കുന്നതോടുകൂടി തങ്ങളാണ് ശരി എന്ന് ധരിക്കുന്ന ഭരണാധികാരികൾ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു. ഭൂരിപക്ഷമാണ് തുടർച്ചയായ വിജയങ്ങളാണ് ശരിയെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനിയും നരേന്ദ്രമോദിയും എല്ലാം ശരിയാണെന്ന് വെക്കേണ്ടി വരും. എല്ലാ ഭരണാധികാരികളും ഭൂരിപക്ഷത്തിന്റെ പുറത്ത് ആ സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചരിത്രത്തിന്റെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയിട്ട് ആ നാട്ടിലെ ജനങ്ങൾ തന്നെ അവരോട് പ്രതികാരം ചോദിച്ച ഒരു കാഴ്ച തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കേവലമായ ഇത്തരം ഭൂരിപക്ഷങ്ങൾ, ഇത്തരം വലിയ വിജയങ്ങൾ, അതിനെതിരെ പ്രതിരോധിച്ച് നിൽക്കുന്ന നമ്മളെ നിരാശപ്പെടുത്താനേ പാടില്ല എന്നതാണ് വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും തുടർച്ചയായി ഭരണനഷ്ടമുണ്ടാവുന്നു, പ്രതിപക്ഷത്തിരിക്കുന്നു, ക്യാമ്പസുകളിലടക്കം നമ്മൾ വേട്ടയാടപ്പെടുന്നു, നിരാശയുണ്ടാവാം. പക്ഷെ ആ നിരാശയെ മറികടക്കുന്ന ഒരു ആത്മബലം, മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ആത്മബലം മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകർക്കും MSFകാർക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ പ്രതിസന്ധികളെയും ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ലോകത്താകമാനമുള്ള ഭൂപ്രദേശങ്ങളിൽ അതിജീവിച്ച് വന്ന ഒരു സമൂഹത്തിന് ഇത്തരം താൽക്കാലികമായ പരാജയങ്ങളിൽ നിരാശപ്പെടേണ്ട യാതൊരുവിധ കാര്യങ്ങളുമില്ല. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, വിവിധ പ്രദേശങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, വിവിധ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെയെല്ലാം ഏതൊക്കെ കാലഘട്ടങ്ങളിലാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അധികാരത്തിലിരുന്നത് അവിടെ ഏറ്റവും ദയനീയമായി അടിച്ചമർത്തപ്പെട്ടത് ആ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങളായിരുന്നു. നമ്മളിപ്പോൾ സോവിയറ്റ് യൂണിയനിലെയും ചൈനയിലെയും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സമീപമായ ഭൂതകാലത്ത് ബംഗാളിന്റെ ചരിത്രം അറിയാം. ഭൂരിപക്ഷമാണ് ശരിയെങ്കിൽ ബംഗാളിലെ CPM-ഉം ബംഗാളിലെ ഇടതുപക്ഷ ഭരണവും ശരിയാണെന്ന് നമുക്ക് കരുതേണ്ടി വരത്തില്ലേ? ഒരു സുപ്രഭാതത്തിൽ യാതൊന്നും സംഭവിക്കാത്ത പോലെ ഒരു ഇലക്ഷൻ ദിവസം വീടുകളിൽ നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ തന്നെ തങ്ങൾ വോട്ട് ചെയ്യുമെന്ന് കരുതിപ്പോയ പൊതുജന സമൂഹം പോളിംഗ് ബൂത്തിൽ നിശബ്ദരായി അവർ പരസ്പരം ആരോടും പങ്കുവെക്കാത്ത ഒരു രഹസ്യം അവിടെ പ്രവർത്തിച്ചിട്ടാണ് തിരിച്ചു വന്നത്. 35 വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം റിസൾട്ട് വരുന്ന ദിവസം രാഷ്ട്രീയ എതിരാളികൾ പോലും കണക്കുകൂട്ടാത്തത്ര ആഴമുള്ള പരാജയത്തിലേക്ക് ബംഗാളിലെ ഇടതുപക്ഷം തൂത്തെറിയപ്പെട്ടു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷമാണ്, തുടർച്ചയായ അധികാരമാണ് ബലമെന്ന് കരുതുന്നതെങ്കിൽ ചരിത്രത്തിന്റെ സമീപ സമയത്ത് തന്നെ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. അതിനു മുമ്പ് ബംഗാളിന്റെ ഭരണം ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ബംഗാളിന്റെ സ്ഥിതി? നമ്മുടെയൊക്കെ കാരണവന്മാരോട് ചോദിച്ചാൽ അറിയാം, അവരുടെയൊക്കെ ഒരു ചെറുപ്പകാലത്തെ സ്വപ്നമാണ് കൽക്കട്ടയിൽ പോകണം. ഇന്ത്യയിലെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു കൽക്കട്ട. സംഗീതവും നാടകവും എഴുത്തും നിറഞ്ഞു കവിഞ്ഞ തെരുവുകൾ, ചിത്രകല, പൗരാണികമായ വാസ്തുവിദ്യ, സർവകലാശാലകൾ, പ്രതികരിക്കുന്ന ചെറുപ്പക്കാർ, വളരെ സുന്ദരമായ കൽക്കട്ട ബംഗാൾ. ഒരു കാലത്തെ മലയാളികൾ 70കളിലെ 80കളിലെ മലയാളി യുവത്വങ്ങളുടെ സ്വപ്നഭൂമിയായിരുന്നു കൽക്കട്ട. പിന്നെന്താണ് സംഭവിച്ചത്? 35 വർഷത്തിന് ശേഷം CPM-ഉം ഇടതുപക്ഷവും അവിടുന്ന് പടിയിറങ്ങി പോകുമ്പോൾ സാമൂഹ്യനീതി ആകമാനം നഷ്ടപ്പെട്ട, സാമൂഹിക അന്തരീക്ഷം, സാഹോദര്യം തകർന്നുപോയ ക്രിമിനലുകളും മയക്കുമരുന്ന് മാഫിയയും അടക്കമുള്ള ക്രിമിനൽ സംഘങ്ങൾ വാഴുന്ന ഭൂമികയായി ബംഗാൾ മാറിക്കഴിഞ്ഞിരുന്നു. അവിടുത്തെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നവരിൽ CPM-കാരും ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെയാണോ വളർത്തി വലുതാക്കിയത്, അവരുടെ കയ്യിലേക്കാണോ നിങ്ങൾ ആയുധം വെച്ചു കൊടുത്തത്, അവർ തന്നെ CPM-കാരെ, അവശേഷിക്കുന്ന CPM-കാരെ തെരഞ്ഞു പിടിച്ചക്രമിക്കുന്ന ദയനീയമായ കാഴ്ച ബംഗാളിൽ നമ്മൾ കാണേണ്ടി വന്നു. സമാനമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ CPM നേതൃത്വം കൊടുക്കുന്നത്. താൽക്കാലികമായ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി ഈ നാട്ടിലെ സാഹോദര്യത്തെ തകർക്കുന്ന, ഈ നാട്ടിൽ ഏത് വിഷജീവിയാണോ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ വ്യാജ ആരോപണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത്, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന നിങ്ങൾ
നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആയുധത്തിന്റെ മൂർച്ച ഒരു കാലത്ത് തിരിച്ചറിയേണ്ടി വരും എന്ന സത്യം നിങ്ങൾ ബംഗാളിനെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയാൽ ഈ നാട്ടിലെ CPM നല്ലതാണ്. നമുക്കറിയാം, ഞാൻ പേരെടുത്ത് ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പേരെടുത്ത് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മലപ്പുറത്ത് വന്നു നിന്നുകൊണ്ട് മലപ്പുറത്തിനെ അപമാനിച്ചുകൊണ്ട്, മലപ്പുറത്തെ ജനവിഭാഗത്തെ അപമാനിച്ചുകൊണ്ട്, പച്ചയ്ക്ക് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളെ അപമാനിച്ചുകൊണ്ട് ഒരു സാമൂഹിക നേതാവ് സംസാരിക്കുകയുണ്ടായി. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അതിൻ്റെ വിമർശനം ഉയർന്നു. മലപ്പുറത്ത് താമസിക്കുന്ന ഇതര ജില്ലക്കാരായ മുസ്ലിം മതവിശ്വാസികളല്ലാത്തവർ പോലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, മലപ്പുറം അത്തരം ഒരു നാടല്ല, മലപ്പുറത്ത് മറ്റെങ്ങും കാണാൻ സാധിക്കാത്തത്ര സാഹോദര്യവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിക്കാനാവും എന്ന് സാക്ഷ്യം പറഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടങ്ങുന്ന മന്ത്രിമാരുടെ ഒരു പട തന്നെ പോയി ആ നേതാവിനെ ഒരു പൊതുയോഗത്തിൽ അനുമോദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനു മുമ്പ് ഒരു ക്രിസ്ത്യൻ മതപുരോഹിതൻ കോട്ടയത്ത് നാട് മുഴുവനുള്ള കോടതികളും അന്വേഷണ ഏജൻസികളും ആവർത്തിച്ച് അന്വേഷിച്ചിട്ടും കള്ളമാണ്, വ്യാജമാണെന്ന് തെളിഞ്ഞ ഒരു ആരോപണമായി വന്നപ്പോൾ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസം അദാനിയെ ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് വിശേഷിപ്പിച്ച അതേ VN വാസവൻ ആ അരമനയിൽ ചെന്ന് ആ മെത്രാനെ സംരക്ഷിച്ച് സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ ഏതൊരു മനുഷ്യനാണോ ഈ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് അവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. പറയാതെ തന്നെ അവരെന്താണോ പറഞ്ഞത് അത് ശരിയാണെന്ന് ഒരു ഭരണകൂടം തന്നെ ശരിവെക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്കറിയാം, ഇന്ത്യ ഒട്ടാകെയുള്ള സംഘപരിവാർ ഇവിടെ ലൈഫ് ജിഹാദ് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ CPM മുന്നോട്ട് വെച്ച വാദത്തെ മുൻനിർത്തിയാണ്. മലപ്പുറത്ത് അടക്കമുള്ള മലബാർ മേഖലയിൽ മുസ്ലിം വിദ്യാർത്ഥികൾ നേടുന്ന വിദ്യാഭ്യാസ നേട്ടത്തെക്കുറിച്ച് ഈ നാട്ടിൽ ആരാണ് ആദ്യമായി ആരോപണം ഉന്നയിച്ചത്? ഇതേ CPM-കാരല്ലേ, ഇതേ VS അച്യുതാനന്ദനല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഇതാ കുഞ്ഞാലിക്കുട്ടി, ഹസൻ, അമീർ കൂട്ടുകെട്ടുണ്ടാവുന്നു. കേരളം എന്താ അപകടത്തിലേക്ക് പോകുന്നു എന്ന തരത്തിൽ, ഈ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷത്തെ വെട്ടിക്കീറുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ഈ നാട്ടിലെ സംഘപരിവാറുകാരാണോ? അത്തരം ക്രൂരമായ ആരോപണങ്ങൾ ഉന്നയിക്കുവാനും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ നാടിനെ ഒറ്റുകൊടുക്കുവാനും എത്ര വെട്ടിക്കീറി മുറിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമുണ്ടായാൽ മതി എന്ന് കരുതുന്നത് സംഘപരിവാറുകാരെ കാട്ടി ഹീനമായ മാനസികാവസ്ഥയിലാണ് ഈ നാട്ടിലെ CPIM നേതൃത്വം. നിങ്ങൾ ഈ വഴി കെട്ടിക്കൊണ്ടുവരുന്ന സംഘപരിവാറുകാരുണ്ടല്ലോ, നിങ്ങൾ ഈ വഴിയൊരുക്കി കൊടുക്കുന്നത് സംഘപരിവാറുകാരനാണെന്ന് ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുകൾ, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള നിങ്ങൾ ഭരിക്കുന്ന ഇടങ്ങളിൽ സംഘപരിവാറിന് നിങ്ങൾ കരുതുന്നതിലപ്പുറം സ്വാധീനമുള്ള ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ആദ്യമായി സംഘപരിവാർവൽക്കരിക്കപ്പെട്ട ഒരു വകുപ്പ് പോലീസ് വകുപ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജയിൽ വകുപ്പ് ജീവനക്കാർ, സംഘപരിവാർ അനുകൂലികളായ ജയിൽ വകുപ്പ് ജീവനക്കാർ കുമരകത്ത് ഒരു റിസോർട്ടിൽ രഹസ്യ യോഗം ചേർന്നു. അവരുടെ അജണ്ട കേരളത്തിൽ അങ്ങോളമുള്ള ജയിലുകളിലെ ജീവനക്കാരെ മാത്രമല്ല, രാഷ്ട്രീയ പ്രതികളായി കഴിയുന്ന സംഘപരിവാരെ കൂടി സംഘടിപ്പിക്കണം എന്ന അജണ്ട മുൻനിർത്തി വളരെ ഗുരുതരമായ ഒരു മാനസികാവസ്ഥയോടുകൂടി, വളരെ കുറ്റകൃത്യം നിറഞ്ഞ ഒരു അജണ്ടയോടുകൂടി കേരളത്തിലെ ജയിൽ വകുപ്പ് ജീവനക്കാർ കുമരകത്ത് രഹസ്യ യോഗം ചേർന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു, ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്താ ആഭ്യന്തര വകുപ്പ് എടുത്ത നടപടി? ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജയിലുകളിലേക്ക് സ്ഥലം മാറ്റി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജയിലുകളിലെ സംഘപരിവാർ തടവുകാരെ സംഘടിപ്പിക്കണം എന്ന ആഗ്രഹവുമായി ഒത്തുചൂടിയ ജീവനക്കാർക്ക് കൊടുത്ത ശിക്ഷയാണ് അവരെ മറ്റ് ജയിലുകളിലേക്ക് സ്ഥലം മാറ്റി കൊടുത്തു. കൂടുതൽ തടവുകാരിലേക്ക് എത്തിപ്പെടാൻ ഒരു സൗകര്യമായി എന്നതല്ലാതെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ. എന്താണോ സംഘപരിവാറിന്റെ അജണ്ട
നമ്മൾ അവസാനം കണ്ടു വിഴിഞ്ഞത്ത് നടന്ന വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ തമിഴ്നാട്ടിൽ അത്തരമൊരു യോഗം? സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയുടെ കീഴിൽ അത്തരമൊരു യോഗം സംഘടിപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്താ ആദ്യം ചെയ്തത്? നിങ്ങൾ വിഴിഞ്ഞം പദ്ധതിയുടെ ചരിത്രത്തെ ആകെ റദ്ദ് ചെയ്തു. നിങ്ങൾ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചു. വിഴിഞ്ഞം പോർട്ട് എതിരെ ഏറ്റവും അധികം സമരം നടത്തുകയും ആ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച CPM-കാർ അതിന് യഥാർത്ഥ ശില്പിയായ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി. നിങ്ങൾ ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ട, ഒരു ജനാധിപത്യ മര്യാദയുടെ പേരിൽ പോലും ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവിനെ ആ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല. എന്താ ഫലമുണ്ടായത്? നിങ്ങൾ സംഘടിപ്പിച്ചു. നിങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരെ, തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരെ അടക്കമുള്ള CPM പ്രവർത്തകരെ അടക്കം അവിടെ കൊണ്ടുവന്നു. എന്താ കണ്ടത്? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വേദിയിൽ ഒറ്റയ്ക്കിരുന്ന് സദസ്സിലിരിക്കുന്ന സംഘപരിവാറുകാരൻ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന കാഴ്ച കേരളത്തിന്റെ ഏതെങ്കിലും ഒരു സർക്കാർ പരിപാടിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അതിൽ അപമാനമില്ല എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന വളരെ കുഴപ്പം പിടിച്ച ഒരു കുരുക്കിൽ, ആ കുരുക്കിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി, സ്വന്തം കുടുംബാംഗത്തെ ഊരിയെടുക്കാൻ വേണ്ടി സംഘപരിവാർ ഗവൺമെന്റ്, മോഡിയുടെ ഗവൺമെന്റ് പറയുന്ന എന്ത് തിട്ടോരവും അനുസരിക്കാൻ തയ്യാറാണ് എന്ന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരെ എത്തിയ മുഖ്യമന്ത്രിയെ, സാധാരണ പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാരൊക്കെ വരുമ്പോൾ മിനിസ്റ്റർ ഓൺ കോൾ എന്ന് പറഞ്ഞ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാവും. അദ്ദേഹമാണ് പ്രധാനമന്ത്രി തിരിച്ചു പോകുന്ന സമയം വരെ കൂടെ ഉണ്ടാവേണ്ടത്. ഫാസിസത്തെ വാളയാറിനപ്പുറം ഞങ്ങൾ കോട്ട കെട്ടി നിർത്തും എന്ന് വീമ്പടിക്കുന്ന, ഞങ്ങളാണ് യഥാർത്ഥ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന പിണറായി വിജയൻ എന്താ ചെയ്തത്? നരേന്ദ്രമോദി വരുന്ന സമയത്ത് സ്വീകരിക്കുന്നു, നരേന്ദ്രമോദി തിരിച്ചു പോകുമ്പോൾ യാത്രയാക്കുന്നു. എവിടെങ്കിലും കേട്ടുകേഴ്വിയുള്ള ഒരു കഥയാണോ ഇത്? നിങ്ങൾക്കിത് തമിഴ്നാട്ടിൽ, നിങ്ങൾ ദൂരെ എങ്ങും നോക്കണ്ട, നിങ്ങൾക്ക് തൊട്ടടുത്ത തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ ആത്മാഭിമാനത്തിന്റെ 100-1, 1000-1 സ്റ്റാലിനെങ്കിലാകാൻ ഈ നാട്ടിലെ പിണറായി വിജയന് സാധിച്ചിരുന്നെങ്കിൽ CPM-കാർക്ക് മാത്രമല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മനുഷ്യർക്കും അഭിമാനം ഉണ്ടാവുമായിരുന്നു. സ്വന്തം മകൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കുരുക്കിൽ നിന്ന് ഊരാൻ വേണ്ടി ഒരു നാടിനെ, ആ നാടിന്റെ ജനാധിപത്യ ബോധത്തെ, ആ നാളിതുവരെ ഈ നാട് ആർജിച്ചെടുത്ത എല്ലാ പോരാട്ട വീര്യത്തെയും ഒറ്റുകൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. ഇതിനെതിരെ എന്തെങ്കിലും ഒരു എതിർ ശബ്ദം, പേരിനെങ്കിലും ഒരു വിമർശനം ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം, പണ്ടൊക്കെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, കമ്മിറ്റികൾ കൂടുമ്പോൾ CPM-ന്റെ നേതാക്കന്മാർക്ക് ഭയമാണ്. എന്ത് തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നു വരാൻ പോകുന്നത്? ഏത് വലിയ കരുത്തനായ നേതാവും സമ്മേളന വേദിയിലേക്ക് വരുമ്പോൾ ഭയപ്പെടും. പ്രതിനിധികൾ ഏത് തരത്തിലാണ് ഞങ്ങളെ വിമർശിക്കാൻ പോകുന്നതെന്ന് കരുതി. ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ഈ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് പേടിയുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണോ സമ്മേളനങ്ങൾ നടക്കുന്നത്? ബ്രാഞ്ച് മുതൽ അഖിലേന്ത്യാ സമ്മേളനം വരെയുള്ള സമ്മേളനങ്ങളിൽ പിണറായി വിജയനെ പുകഴ്ത്തുക ഏക അജണ്ട. ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സംസാരിക്കുക. ഇത് മാത്രമായി ഈ സംഘടനയ്ക്കകത്തെ ഉൾപാർട്ടി ജനാധിപത്യം അസ്തമിച്ചു പോയതിന്റെ ഫലം കൂടിയാണ് ഈ നാട് അനുഭവിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മുസ്ലിം ലീഗാണ് പ്രശ്നമെന്ന് പറയുക, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടുകൂടിയതാണ് പ്രശ്നമെന്ന് പറയുക. എന്നിട്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങളല്ലാത്ത വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പറയാതെ ഈ നാട്ടിലെ ഇതര സമുദായത്തെ, മതവിഭാഗത്തെ പഠിപ്പിക്കുന്ന പണിയാണ് ഈ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, സാമൂഹികപരമായ ഒരു വിഭജനത്തിന് അവരെന്താണോ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നത്, അത്തരം അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാകില്ല എന്ന് കരുതിയപ്പോൾ കേരളത്തിന്റെ ഗവൺമെന്റ് തന്നെ നേരിട്ടിറങ്ങി സംഘപരിവാർ ആഗ്രഹിക്കുന്ന അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കി കൊടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ചർച്ച പോകുമ്പോൾ
ഈ നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ചർച്ച വരാതിരിക്കാനുള്ള എന്താണോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ നയപരിപാടിയാണ് പിണറായി വിജയൻ ഇവിടെ അനുവർത്തിക്കുന്നത്. രാജ്യത്താകമാനം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമാണ്, വിലക്കയറ്റം നമുക്ക് നിയന്ത്രിക്കാനും ചിന്തിക്കാനും കഴിയുന്നതിനപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ കേവലമായ സാമൂഹിക പ്രശ്നങ്ങൾ, മുസ്ലിമിനെ മുൻനിർത്തി സൃഷ്ടിച്ചെടുക്കുന്ന അജണ്ടകൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതേ അവസ്ഥയാണ് കേരളത്തിൽ. കേരളത്തിൽ ഏത് വിഭാഗം ജനത്തിനാണ് ജീവിക്കാൻ ശേഷിയുള്ളത്? സാധാരണക്കാരുടെയും അതിൽ കീഴോട്ടുള്ള മനുഷ്യരുടെയും ജീവിതം ദുസ്സഹമായിട്ട് എത്രയോ കാലങ്ങളായി. നമ്മളെ ഈ നിൽക്കുന്ന അങ്ങാടിയിൽ നിങ്ങൾ രാഷ്ട്രീയ വൈര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് അവനവന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. ഈ കച്ചവടക്കാർ, ഇവിടെ ഓട്ടോ ഓടിക്കുന്നവർ, ഇവിടെ ചുമട്ടുതൊഴിലാളികൾ, ഇവിടുത്തെ സാധാരണക്കാർ എല്ലാം CPM അല്ലേ? നിങ്ങൾ മനസാക്ഷിയോട് ചോദിച്ചു നോക്കണ്ടേ നിങ്ങളുടെ ജീവിതം ഇപ്പോഴെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്? ഞങ്ങൾ എല്ലാത്തിനും ഈ ഗവൺമെന്റിനെ കാടടച്ച് വിമർശിക്കാൻ തയ്യാറാകുകയല്ല. എന്നാൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്ന മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമുള്ള ജീവിത സൗകര്യങ്ങൾ, അവനാവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ആശാ വർക്കർമാർ സമരം കാണുന്നില്ലേ? എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആ സമരത്തെ നേരിടുന്നത്? നിങ്ങൾ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങളെ, ഇവിടുത്തെ സാധാരണ മനുഷ്യന് ഒരു ആവശ്യം വന്നാൽ ഓടിച്ചെന്ന് ഒരു ലോൺ എടുക്കാൻ കഴിയുമായിരുന്ന ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ ഗതി എന്താണ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ മോഷണം എന്ന് പറഞ്ഞാൽ പോരാ, കൈയിട്ട് വാരൽ എന്ന് പറഞ്ഞാലും കുറഞ്ഞായി പോവും. കൊള്ള കൂട്ടം ചേർന്ന് ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും എല്ലാം കൂടെ കൂട്ടം ചേർന്ന് തൃശ്ശൂരിൽ സംഭവിച്ച നമ്മുടെ മുന്നിലുണ്ട്. വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി പണം, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ പണം ആ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? സഹകരണ പ്രസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്ന സഹകരണ പ്രസ്ഥാനത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ ശേഷിയില്ല. വികസന പദ്ധതികൾ പാതിയിൽ മുടങ്ങിപ്പോകുന്നു. എന്തെങ്കിലും ഒരു പദ്ധതിയുടെ പണത്തെ പറ്റി അന്വേഷിച്ചാൽ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന ഒറ്റ വാക്കിൽ മറുപടി അവസാനിപ്പിക്കുകയാണ്. സ്കൂളുകളിലെ സ്ഥിതി, ഉച്ചക്കഞ്ഞിക്ക് അധ്യാപകരും പ്രധാന അധ്യാപകരും PTA പ്രവർത്തകരും എല്ലാം പിരിവെടുത്തും കടം വാങ്ങിയും പണയം വെച്ചും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നു. ആ പണം കൊടുക്കാൻ സാധിക്കുന്നില്ല. അംഗൻവാടികളിലെ പോഷകാഹാരം വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല. ഏത് മേഖലയിലാണ്? സപ്ലൈകോ. പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പും അതിനുശേഷമുള്ള സപ്ലൈകോയുടെ സ്ഥിതി എന്താണ്? റേഷൻ പീടികയുടെ സ്ഥിതി എന്താണ്? ഈ നാട്ടിലെ CPM അടക്കമുള്ളവരെല്ലാം സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. എന്താണ് കാരണം? കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല. എന്റെ പൊന്നു സഖാക്കളെ, കേന്ദ്ര സർക്കാരിന്റെ നിന്ന് പണം വാങ്ങി ചെയ്യാനാണെങ്കിൽ ഉദ്യോഗസ്ഥർ പോരെ? കേന്ദ്ര സർക്കാർ നൽകുന്ന പണം എടുത്ത് ഈ നാട്ടിൽ നടപ്പിലാക്കാനാണെങ്കിൽ ഇവിടെ ഒരു ഭരണകൂടത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു സർക്കാരിന്റെ ആവശ്യമുണ്ടോ? അതിന് ഉദ്യോഗസ്ഥർ പോരെ? ഈ നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെ സുസ്ഥിരമായി നിലനിർത്താനും ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട കടമ ഈ ഗവൺമെന്റിനില്ലേ? എന്നാൽ ഒരു വശത്ത് ഇത്രയധികം തകർന്നു കിടക്കുന്ന സാമൂഹിക അന്തരീക്ഷം, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. മറുവശത്ത് ഈ സർക്കാരിന്റെ ധൂർത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇപ്പൊ സർക്കാരിന്റെ 4ാം വാർഷികം എന്ന് പറഞ്ഞിട്ട് അടുത്ത കോടാലിക്കൈ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നാടൊട്ടുക്ക് വലിയ സമ്മേളനങ്ങൾ നടത്തുന്നു. ഈ സർക്കാരിന്റെ പരസ്യം ചെയ്യുന്നു. നാടിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്രമാത്രം ശുഷ്കമാണെങ്കിൽ അതിനനുസരിച്ച് ചെലവ് ചുരുക്കാനും ഭരണം നിയന്ത്രിക്കാനും ഒരു ഭരണാധികാരിക്ക് കഴിയേണ്ടതല്ലേ? എന്താണ് കഴിയാത്തത്? പറയുന്നതൊന്ന്, ചെയ്യുന്നത് വിഭിന്നമായ മറ്റൊന്ന്. ഈ നാടിനെ ഇത്തരം കലുഷിതമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് സമൂഹത്തിൽ ഇത്തരം ഭിന്നിപ്പുകൾ ഉണ്ടാകുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ അടക്കം ശ്രദ്ധയും ചർച്ചയും വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ ആ കാര്യത്തിൽ വളരെയേറെ ജാഗ്രതയുള്ളവരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് വിലയിരുത്തുവാനും ചർച്ച ചെയ്യാനും ശേഷിയുള്ളത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കാലത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മാറ്റത്തിന്റെ തുടക്കം ക്യാമ്പസുകളിൽ നിന്ന് ആരംഭിച്ചത്. നമ്മൾ വിദ്യാർത്ഥികൾ
തീർച്ചയായും അക്കാര്യത്തിൽ ജാഗ്രത മാത്രമല്ല, സ്വയം വികസിച്ച് ചിന്തിക്കാൻ കൂടിയുള്ള ശേഷിയിലേക്ക് നിങ്ങൾ വരണം. നമ്മൾ നിരന്തര പ്രതിപക്ഷമായിരിക്കണം. നിരന്തരമായ പ്രതിപക്ഷം എന്ന വാക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. നാളെ UDFന്റെ ഗവൺമെന്റ് വന്നാലും മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയാലും MSFകാരൻ നിരന്തരമായ പ്രതിപക്ഷമായിരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, DYFIയുടെ SFIയുടെ ഒക്കെ പോസ്റ്ററുകൾ. ഭരണമുള്ളപ്പം സർഗാത്മക യൗവനം, ഭരണമില്ലാത്തപ്പം സമരോത്സവ യൗവനം. അതായത് ഭരണം മാറുമ്പോൾ സമരം, ഭരണം കിട്ടുമ്പോൾ സർഗാത്മകം. അത്തരത്തിൽ ചിന്തിക്കാൻ നമുക്ക് പാടില്ല. നമ്മൾ നിരന്തരമായ പ്രതിപക്ഷമായിരിക്കണം. അനീതി എവിടെയാണോ ഉയരുന്നത് അതിനെതിരെ പ്രതിപക്ഷ ബുദ്ധിയോടുകൂടി ചിന്തിക്കാനും പ്രതികരിക്കാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അത്തരം അൺകണ്ടീഷണലായ പ്രതികരണത്തിന് നിങ്ങൾക്ക് ശേഷി ഉണ്ടാവണം. നിങ്ങൾ സ്വയം വികസിക്കാൻ, അനുദിനം വികസിക്കാൻ, കൂടുതൽ ചിന്തിക്കുവാനും ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും നൂതനമായ ടെക്നോളജിയെ കൈവശപ്പെടുത്തുവാനും പഠിക്കുവാനും വീണ്ടും പഠിക്കുവാനും നിങ്ങൾക്ക് കഴിവുണ്ടാവണം. നിങ്ങൾ പഠിക്കുക മാത്രമല്ല, നിങ്ങൾ നേടുന്ന അറിവ്, ആ അറിവിന്റെ ഉടമ നിങ്ങളല്ല എന്ന യാഥാർത്ഥ്യബോധത്തോടുകൂടി അത് പങ്കുവെക്കുവാനും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകം അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കുണ്ട്. നിങ്ങൾക്കിടയിലുള്ള മറ്റാരും കാണാതെ പോകുന്ന മനുഷ്യരെ പറ്റി കൂടി ചിന്തിക്കാൻ ധാർമ്മികപരമായി, രാഷ്ട്രീയപരമായി ഉത്തരവാദിത്തമുള്ളവരാണ്, വിശ്വാസപരമായ ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങൾക്കിടയിൽ നിങ്ങളിലും ദരിദ്രരായ, നിങ്ങളിലും മാർജിനലൈസ്ഡായിട്ടുള്ള, നിങ്ങളിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ശാരീരികമായ അവശതകളുള്ള, മാനസികമായ അവശതകളുള്ള, സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കളുണ്ടാവും. നമ്മുടെ ക്ലാസ് മുറികളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം. മുതിർന്ന മനുഷ്യന്മാരുടെ കണ്ണിൽ അവർ പെടണമെന്നില്ല. എന്നാൽ വിദ്യാർത്ഥികൾ തീർച്ചയായും അല്പം കൂടെ വിശാലമായ കാഴ്ചയുള്ളവരാണ്. നിങ്ങളത് തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കാനുള്ള വിശ്വാസപരമായ കടമയുള്ളവരാണ് MSFകാർ. അത് നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ലീഗ് എന്ത് ചെയ്തു എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്.
ലീഗ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം, രാഷ്ട്രീയ എതിരാളികൾ, ലീഗിൻ്റെ എതിരാളികൾ അശക്തരായി പോകുന്ന, അവരിലെ എല്ലാ ആയുധങ്ങളും നഷ്ടമായി കഴിയുന്ന സമയത്ത് അവർ നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിന് ആവർത്തിച്ച് 1000 തവണ ലീഗിൻ്റെ പ്രവർത്തകർ മറുപടി കൊടുത്തിട്ടുള്ളതുമാണ്. ആ മറുപടി അവർക്ക് ബോധ്യമുള്ളതുമാണ്. എങ്കിലും നാളെ അവർ ചോദിക്കും. എങ്കിലും ലീഗ് എന്ത് ചെയ്തെന്നുള്ള കാര്യം, ചരിത്രപരമായ ആ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥി സ്നേഹിതന്മാർ, സഹോദരന്മാർ നേടിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലീഗ് എന്ത് ചെയ്തു എന്നുള്ളൊരു ഉത്തരമാണ് ഉത്തര കേരളം. ലോകത്ത് മലബാർ പോലെ വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായി ശക്തിയാർജിച്ചിട്ടുള്ള ഒരു മുസ്ലിം ജനസമൂഹം ലോകത്തെവിടെയെങ്കിലും ഇനി ശേഷിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമാണ്. നമ്മളത് പറയുമ്പം നിരവധി ആളുകൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരും. അപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ നിരന്തരമായി ഭരിച്ചിരുന്ന ഇന്ന പ്രദേശങ്ങളിലെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കണം. ബംഗാളിനെ പറ്റി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ബംഗാളിനെ പറ്റി പറയുന്നത്, എവിടെയാണോ നല്ല നല്ല റോഡുകൾ അവസാനിക്കുന്നത്, എവിടെയാണോ വഴിവിളക്കുകൾ അവസാനിക്കുന്നത്, എവിടെയാണോ കുടിവെള്ള പദ്ധതികൾ അവസാനിക്കുന്നത്, അതിനപ്പുറം മുസ്ലിം സമുദായം ജീവിക്കുന്ന ഇടങ്ങൾ തുടങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അത്തര സാമൂഹികപരമായി ബഹിഷ്കരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ബംഗാളിലെ മുസ്ലിം സമുദായം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭരണകാലത്ത്. ലീഗ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ലീഗിന് ശേഷിയുണ്ടായിരുന്ന പ്രദേശത്ത് വരുത്തിയ മാറ്റങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കാലിക്കറ്റ് സർവകലാശാല അടക്കമുള്ള 1000 തവണ നമ്മൾ ആവർത്തിച്ച വിഷയങ്ങളാണ്. ഈ നാടിന്റെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി ലീഗ് നേതൃത്വം കൊടുത്ത പോലെ ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും നേതൃത്വം നൽകിയിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് അഹങ്കാരമില്ല, അഭിമാനം മാത്രമേ ഉള്ളൂ. നാളെയാണെങ്കിലും അവശേഷിക്കുന്ന കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും പിന്നോക്കക്കാരായ മനുഷ്യരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രവർത്തകരാണ് നിങ്ങൾ. ആ ഒരു ജാഗ്രതയും ഉത്തരവാദിത്വവും നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലും ഉണ്ടാവണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ മറ്റാരുടെയും ദൃഷ്ടിപ്പെടാതെ പോകുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യനെ ചേർത്ത് പിടിക്കേണ്ട വിശ്വാസപരമായ, രാഷ്ട്രീയപരമായ കടമകൾ ഉള്ളവരാണ് മുസ്ലിം ലീഗുകാർ. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പാണക്കാട്ട് തങ്ങന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും അപമാനിക്കുവാനോ പരസ്യമായി വിദ്വേഷത്തിന് നേതൃത്വം കൊടുക്കാനോ നാളിതുവരെ അതിൻ്റെ ഒരു ചരിത്രമില്ലാത്ത നേതാക്കന്മാരാണ് നമ്മുടെ നേതാക്കന്മാർ. ഞങ്ങളൊക്കെ സ്വകാര്യമായ സംഭാഷണത്തിൽ പറയും, നമ്മളൊക്കെ ചെന്ന് ആരെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരു സമുദായത്തിന്റെ കുറ്റം പറഞ്ഞാൽ പോലും മുഖം കറുത്ത് നമ്മളോട് സംസാരിക്കുന്ന നേതാക്കന്മാരാണ് നമ്മുടെ. ആ നേതൃത്വത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇവിടുത്തെ മറ്റ് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ചെയ്യുന്നത് പോലെ ഈ നാടിന്റെ സാമൂഹിക അന്തരീക്ഷത്തിന്, പരസ്പര സൗഹാർദ്ദത്തിന് കോട്ടം വരുന്ന ഒരു വാക്ക് പോലും അറിഞ്ഞോ അറിയാതെയോ പറയാത്ത നേതൃത്വത്തിന്റെ കീഴിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ അഹങ്കാരത്തോടുകൂടി, അതിന്റെ അഭിമാനത്തോടുകൂടി ഈ നാട്ടിലെ കലാലയങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയും. ഇവിടെ തികച്ചും വ്യത്യസ്തമായ 2 ഭൂപ്രകൃതി ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ ഭാഷ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ മുൻകാല ജീവിതം എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. എങ്കിലും എന്നെ ഇവിടെ സംവദിക്കാൻ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന് സംഘാടകർ അവകാശപ്പെടുന്ന പോലെ തന്നെ ഇത് ചരിത്രപരമായ ഒരു സമ്മേളനം തന്നെയാണ്. നാളുകൾക്ക് ശേഷം മറ്റൊരവസരത്തിൽ വലിയ ജനപങ്കാളിത്തോടുകൂടി നടക്കുന്ന ഇവിടുത്തെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിച്ച മുഴുവൻ മിടുക്കന്മാരായ MSF പ്രവർത്തകരെയും പ്രത്യേകമായി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു. അതിനെല്ലാവിധമായ സഹകരണങ്ങൾ നൽകിയ ഈ നാട്ടിലെ ഏറ്റവും ധീരരായ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാർ, KMCCയുടെ പ്രവർത്തകർ, മറ്റ് പോഷക സംഘടനയുടെ പ്രവർത്തകർ, അവരെ സഹായിച്ച എല്ലാ മനുഷ്യരോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും കൂടി അറിയിക്കുകയാണ്. ഇവിടെ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായ ഒരു സ്നേഹം കൂടി ബാക്കി വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. നന്ദി. ജയ് ഹിന്ദ്.